ഭാര്യയെ മതം മാറ്റിയതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ്. അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ശ്രമിച്ചതുമില്ല. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഷോണിൻ്റെ തുറന്നു പറച്ചിൽ. ഞാനൊരു കുറ്റസമ്മതം കൂടി പറയട്ടെ. എൻ്റെ ഭാര്യയെ എൻ്റെ അമ്മായിയപ്പൻ നിർബന്ധിച്ചു. അതുപോലെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. അന്ന് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. അവളോടുള്ള സ്നേഹം കൊണ്ട് കല്യാണം കഴിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി മതം മാറ്റുന്നതാണെന്ന്. അവൾ എന്നെയാണ് സ്നേഹിച്ചത്. അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ്, യേശുക്രിസ്തുവിനെ ഇഷ്ടമാണ്, പള്ളിയിൽ പോകും. ഇന്ന് രാഷ്ട്രീയമായോ അല്ലാതെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന എൻ്റെ ഒരേ ഒരു വേദന അവളെ മതം മാറ്റിയതാണ്. ഷോൺ ജോർജിൻ്റെ അഭിമുഖത്തിന് താഴെ നിരവധി പേരാണ് ഭാര്യയെ തിരിച്ച് ഹിന്ദുവാക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് കമൻ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഭാര്യയെ തിരിച്ച് ഹിന്ദുവാക്കിക്കൂടെ? പ്രോബ്ലം സോൾവ്ഡ്. ഘർ വാപ്പസി PC ആൻഡ് സൺ. ഭാര്യയെ ഹിന്ദുവാക്കി സനാതന മാർഗത്തിൽ തിരിച്ചെത്തിക്കണം. ഷോണിൻ്റെ ഭാര്യയെ തിരിച്ച് ഹിന്ദുവാക്കണം. അദ്ദേഹത്തിൻ്റെ വേദന മാറട്ടെ. ധൈര്യമുണ്ടെങ്കിൽ ഭാര്യയെ തിരിച്ച് പഴയ മതത്തിലേക്ക് മാറ്റ് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഈ കമൻറ്റുകൾക്കൊന്നും ഷോൺ മറുപടി പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു സംശയം, എന്തായിരിക്കും ഇപ്പോൾ ഷോൺ ഇത് തുറന്നു പറയാനുള്ള കാരണം? ഒരു വാശിക്കെടുത്ത് കിണറ്റിൽ ചാടിയാൽ 10 വാശിക്ക് തിരിച്ചു കയറാൻ പറ്റില്ലെന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്രയോ സത്യമാണ്. ചെറുപ്പത്തിൽ, പ്രത്യേകിച്ച് ടീനേജിലൊക്കെ പലതും തോന്നും, പ്രവർത്തിക്കും, പിന്നീടായിരിക്കും അതിനെ ഓർത്ത് ദുഃഖിക്കുന്നത്. ഇതൊക്കെ വളർന്നു വരുന്ന യുവതി യുവാക്കൾക്കൊരു പാഠമാണ്. എപ്പോഴും മാതാപിതാക്കളെ അനുസരിക്കുക, അവർ പറയുന്നത് കേൾക്കുക. മക്കൾ നശിച്ചു പോകാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പുറപ്പെട്ട് ഒടുവിൽ അതിന്മേൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാതാക്കൾക്ക് എന്തുത്തരവാദിത്തം? സ്വയം അനുഭവിക്കുക, അല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി തിരിച്ച് ഒരുപാട് യുവതി യുവാക്കൾ കുടുംബജീവിതം നഷ്ടപ്പെട്ട് തേരാപ്പാര നടക്കുന്നത് നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാം. ഒന്നുമില്ലെങ്കിൽ കുടുംബ കോടതികളിൽ ഒന്ന് എത്തി നോക്കിയാലും മതി, ഒരുപാട് കേസുകൾ. പലരും കരഞ്ഞും വിളിച്ചും കയറി ഇറങ്ങി നടക്കുന്നത് കാണാം. ഷോൺ ജോർജിൻ്റെ തുറന്നു പറച്ചിൽ യുവതി യുവാക്കൾക്കൊരു പാഠമാകട്ടെ.